നോക്ക്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കാൻ പോകുന്ന രാജ്യത്തിന്റെ മാതൃക ഏതാ? ഖുലഫാഉർ റാഷിദീന്റെ രാജ്യമാണ്. ആ രാജ്യത്തിന്റെ മാതൃക മദീനയുടെ മാതൃകയാണ്, ഖിലാഫത്ത് റാഷിദയുടെ മാതൃകയാണ്. ആ മാതൃകയിൽ എന്തൊക്കെയുണ്ട് ഞാനത് വിശദമായി പറഞ്ഞു തരാം. ആ രാജ്യത്തിന്റെ മാതൃക കട്ടോന്റെ കൈ മുറിക്കണം, വ്യഭിചരിച്ചോനെ എറിഞ്ഞു കൊല്ലണം, ഇതൊക്കെയാണ് ഖുലഫാഉർ റാഷിദീന്റെ മാതൃക. എന്നാ ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിക്കാരാ നാട്ടുകാരോട് പറയും, പേര് വികസന മുന്നണി ആക്കിയിട്ട് കാര്യമല്ല. അത്തരം മുന്നണികളുടെ കീഴിൽ ഒരു അമുസ്ലിമിനെ മത്സരിപ്പിക്കുന്നത് ഞങ്ങൾ കാണുന്നില്ലല്ലോ. ഒരു സംവരണ സീറ്റിൽ ജമാഅത്തുകാരൻ എന്തുകൊണ്ട് അമുസ്ലിമിനെ ഏൽപ്പിക്കണില്ല? ഇനി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണോ നിങ്ങളുടെ മറുപടി? എങ്കിൽ ഇസ്ലാമിയ ഖിലാഫത്തിൽ ഒരു അമുസ്ലിമിനെ അള്ളാന്റെ ഭരണം നടത്താൻ ബൈഅത്ത് ചെയ്യണ കോലുണ്ടോ? ഉണ്ടോ? വൈരുദ്ധ്യം പറയരുത്. കാപട്യം ഏറ്റുകൂട്ടിയാൽ മുഴച്ചിരിക്കും. ഖുലഫാഉർ റാഷിദ് ഇസ്ലാമിയ ഖിലാഫത്തിൽ ഒരു അമുസ്ലിമിനെ അള്ളാന്റെ ഭരണം നടത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം, ബൈഅത്ത് ചെയ്യുന്ന ഏർപ്പാടുണ്ടോ? അതേ സമയത്ത് ഇസ്ലാമിയ ഖിലാഫത്തിൽ അമുസ്ലിങ്ങൾക്ക് അവരുടെ ആരാധന സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കും. ഇഖാമത്തുദ്ദീന് ഹുക്കൂമത്തയിലായി നടപ്പിലാക്കാൻ അമുസ്ലിമിനെ ഏൽപ്പിക്കുക. അതുകൊണ്ടാണോ ഇന്ത്യ രാജ്യത്ത് ഒരു അമുസ്ലിമിന് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റുന്നാണോ സോളിഡാരിറ്റിന്റെ അഭിപ്രായം? പറ്റൂല എന്നാണ്. പറ്റുമെങ്കിൽ അവർ ഏത് ഭരണം അനുസരിച്ച് അള്ളാന്റെ ഭരണം നടത്താനാണോ ഇവനും മത്സരിക്കുന്നത്? പറ്റൂലെങ്കിൽ ഈ രാജ്യത്തെ ജനാധിപത്യത്തിനെതിരല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ സംവിധാനം? അത് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കി അവരും ജമാഅത്തെ ഇസ്ലാമിയെ പോലെ സംഘടിക്കാൻ തീരുമാനിച്ചാൽ ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അരക്കാശിന്റെ വല്ല പണിയും ചെയ്യാൻ പറ്റും. ഗൗരവല്ലേ ഇത്? തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഏർപ്പാടല്ലേ ഇത്? എന്നിട്ട് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ അവസ്ഥ എന്താ? ഒരു ഭാഗത്ത് കിണഞ്ഞു ശ്രമിക്കാണ് സെക്കുലറിസ്റ്റുകളും ജനാധിപത്യവാദികളും ആകാൻ, മറുഭാഗത്ത് കുഞ്ഞാടുകളെ പിടിച്ചു നിർത്താൻ ഹുക്കൂമത്തയിലായിയുടെ വാക്താക്കളും ആകാം. എന്നിട്ട് പോയി ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എവിടെ എത്തിയത്? ഒരു കാലത്ത് തൗഹീദിന്റെ പേരിൽ ഊറ്റം കൊണ്ടവ ആ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. ഇപ്പൊ സെക്കുലറിസ്റ്റുകളാകാൻ കിണഞ്ഞു ശ്രമിക്കുക. ജമാഅത്തിന്റെ നേതാവ് സീതാവൂദ് പറയാണ്, ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിലേക്ക് ഗാന്ധിജി വരണമെന്ന് ആവശ്യപ്പെട്ടപ്പോ 3 നിബന്ധന വെച്ചിരുന്ന ജമാഅത്ത്. എന്താ ഒരു നിബന്ധന? ഗാന്ധിജിയുടെ കൂടെ ഭാര്യയുണ്ടാകും, ആ ഭാര്യയെ ഗാന്ധിജി എന്ന് പറയുന്ന ഭർത്താവിന്റെ കൂടെ ഒന്നിച്ചിരിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല, പെണ്ണുങ്ങളെ വേറെ മറകെട്ടിയിരുത്തുന്നാണ് അന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്. സീതാവൂദ് പറഞ്ഞു. പാറ്റ്ന സമ്മേളനത്തിൽ ഗാന്ധിജി ഒരു പ്രഭാഷകനെ ആയിരുന്നില്ല, അദ്ദേഹത്തെ വേദിയിൽ പോലും കയറ്റിയിട്ടില്ല. അദ്ദേഹം സമ്മേളനത്തിൽ വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ 4 ഉപാധികളോടെയാണ് സമ്മേളനത്തിന് വരാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേക പരിഗണനകൾ ഉണ്ടാകില്ല, സംസാരിക്കാൻ അവസരം ഉണ്ടാവില്ല, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ അവസരം ഉണ്ടാവും. സാധാരണഗതിയിൽ നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ഉണ്ടാകാറുണ്ട്, അങ്ങനെ നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ ഒപ്പയിരുത്താൻ പറ്റില്ല, സ്ത്രീകൾക്കായി സംവിധാനിച്ച പ്രത്യേകം സെക്ഷനിൽ മാറിയിരിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഉപാധികൾ വെച്ചതിന് ശേഷം സമ്മേളനം ശ്രമിക്കാൻ വന്ന ഗാന്ധിജിയെ വയലിലേക്കാൻ കൊണ്ടുവന്ന എങ്ങനെയാ? നിങ്ങൾ സ്വന്തം ഭർത്താവിന് സ്വന്തം ഭാര്യയുമായി ജമാഅത്ത് ഗവൺമെന്റിൽ എത്താൻ കഴിയണില്ല. ആ ജമാഅത്തിന്റെ അവസ്ഥ എന്താ? നിങ്ങൾ സ്വന്തം മാരിപ്പരിക്ക് നാട്ടുകാരെ പെണ്ണുങ്ങളൊപ്പിരിക്കാൻ ഒരു പ്രശ്നമല്ല. കണ്ടോളി, ഗാന്ധിജിക്ക് സ്വന്തം ഭാര്യയോടുകൂടെ ഇരിക്കാൻ അനുവദിക്കാത്ത ജമാഅത്തെ ഇസ്ലാമി സെക്കുലറിസ്റ്റുകളാകാൻ ശ്രമിക്കുക. ആരാന്റെ പെണ്ണുങ്ങളൊപ്പാണ് കുത്തിരിക്കുന്നത്? സ്വന്തം ഭാര്യന്റെ ഒപ്പല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരാ ഇതേതാ ജാതി? അപ്പോളാ കുടുംബം മാരിപ്പലി പറയുന്നത് ഏതാ മൗദൂദി, എവിടെ അയാൾ ജനിച്ചത് പോലെ അറിയുന്നല്ല അങ്ങനെ ഒരു സംഗതി. ജമാഅത്തെ ഇസ്ലാമിക്ക് ആകെ പരിചയമുള്ളത് പ്രാച്ചിമടയിലെ മൈലമ്മയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു നാട്ടുകാരി പോലും അറിയില്ല, മതക്കാരി അറിയില്ല, ലോകക്കാരി അറിയില്ല. അല്ലേ? ജമാഅത്തെ ഇസ്ലാമിക്കാരാ എന്റെ സാധാരണ ജമാഅത്തുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ എന്റെ ശൈലിയിലൂടെ സംബോധനം ചെയ്യുന്നത് നിങ്ങളെയല്ല, സാധാരണക്കാരായ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മതത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വഴിതിരിച്ചുകൊണ്ടുപോയി സമുദായത്തിലെ ആദർശ രംഗത്ത് ശൈഥില്യത്തിന്റെ കലഹവും കലാപവുമായി കടന്നു വന്ന് 6 പതിറ്റാണ്ട് പിന്നിട്ടിട്ട് സമുദായത്തിന്റെ രാഷ്ട്രീയ ശാക്തീകരണ സംരംഭങ്ങളിലും ശുദ്ധീകരണത്തിന് വേണ്ടി കടന്നു വന്ന് ഒരു ബഹുസ്വര രാജ്യത്തെ ബഹുമുഖ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള അവസാന സ്വാതന്ത്ര്യത്തെ പോലും, ആ സ്വാതന്ത്ര്യത്തിന്റെ പോലും അടിവേരറുക്കുന്ന അധികാര രാഷ്ട്രീയത്തിന്റെ തീഷ്ണത എത്ര വ്യാപകമായിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ട മുസ്ലിംകളെ വിനയത്തോടുകൂടെ ബോധ്യപ്പെടുത്തുകയാണ്.